إلا بالله عليه توكلت وإليه أنيب سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين صدق الله. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ചുകൂടൽ സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും സംഭവിച്ചു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പടച്ച തമ്പുരാൻ അവന്റെ കാരുണ്യവും ഔദാര്യവും കൊണ്ട് നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ട മണ്ണറകളിൽ കഴിയുന്ന എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുകയും അവരുടെയും നമ്മുടെയും പാരത്രിക ലോക വിജയം അല്ലാഹു എളുപ്പത്തിലാക്കി തരുമാറാകട്ടെ. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും പടച്ചവൻ എത്രയും എളുപ്പത്തിൽ പരിഹരിച്ചു തരുമാറാകട്ടെ. നമ്മുടെ നാടുകളിൽ ഇസ്സത്തോടെയും ഈമാനോടെയും തഖ്വയോടെയും നിർഭയത്വത്തോടെയും ജീവിക്കുവാനും ദീനീ മാർഗത്തിൽ ഖിദ്മത്ത് ചെയ്ത ആ മാർഗത്തിൽ അല്ലാഹുവിനായി ജീവിതം സമർപ്പിക്കുവാനും പടച്ചവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, വളരെയേറെ പ്രാധാന്യത നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ റമളാനിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു ആദരിച്ച വിശുദ്ധ റജബ് മാസത്തിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. നന്മകൾ ചെയ്തുകൊണ്ട് റമളാന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ട് അല്ലാഹുവിലേക്കുള്ള സാമീപ്യം അധികരിപ്പിക്കേണ്ടുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത് എന്ന യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ട് വേണം ഇനിയുള്ള ഓരോ നിമിഷങ്ങളും നമുക്ക് ഫലവത്തായ നിമിഷങ്ങളാക്കി മാറ്റാൻ റബ്ബ് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ ആദരവായ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ലോകത്ത് അതുപോലെ രേഖപ്പെടുത്തപ്പെട്ട മറ്റൊരു വ്യക്തിയുടെയും ജീവിതമില്ല. അവിടുത്തെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഇന്ന് ലോകത്തിന്റെ മുന്നിൽ സുവ്യക്തമായ നിലയിൽ ക്രോഡീകരിക്കപ്പെട്ടിരിക്കുകയാണ്. നിരവധി ചരിത്രകാരന്മാർ വ്യത്യസ്തമായ നിവേദന പരമ്പരകളിലൂടെ ഹബീബായ റസൂലിന്റെ ജീവിതം ലോകത്തിന്റെ മുന്നിൽ കൃത്യമായി നമ്മുടെ മുന്നിൽ എഴുതി വെച്ച് തന്നിരിക്കുകയാണ്. അവിടുത്തെ ജനനം മുതൽ മരണം വരെയുമുള്ള പ്രധാനമായും അവിടുത്തെ പ്രവാചക നിയോഗത്തിന് ശേഷമുള്ള 23 കൊല്ലം വളരെ കൃത്യമായി ചരിത്രകാരന്മാരിലൂടെ പടച്ചവൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് കാണിച്ചു തന്നിരിക്കുകയാണ്. ലോകത്തൊരാൾക്കും ഇങ്ങനെ ഒരു ജീവിതം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതായി അവകാശപ്പെടാൻ സാധ്യമാകുന്നതുമല്ല. ഇങ്ങനെ ഹബീബായ റസൂലുള്ളാഹിന്റെ ജീവിതം 63 കൊല്ലത്തെ ജീവിതം എന്റെയും നിങ്ങളുടെയും മുന്നിൽ കൃത്യമായി ക്രോഡീകരിക്കപ്പെട്ടിരിക്കുമ്പോൾ അവിടുത്തെ ജനനം മുതൽ ഈ 63 വർഷം വരെ അവിടുത്തെ ജീവിതത്തിൽ ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പല സംഭവങ്ങൾ
അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിലും 63 വർഷത്തെ പുന്നാര ഹബീബിന്റെ ജീവിതം രേഖപ്പെടുത്തിയ ചരിത്രകാരന്മാർ ഒരേ ഒരു വർഷത്തിന് മാത്രം ഒരു പേര് നൽകിയിരിക്കുന്നു. മറ്റു വർഷങ്ങൾക്കൊന്നും അതേ പ്രാധാന്യതയോടുകൂടി അങ്ങനെ പേര് നൽകപ്പെട്ടിട്ടില്ല. ഒരൊറ്റ വർഷം മാത്രം ഹബീബായ റസൂലിന്റെ ജീവിതത്തിൽ അവിടുത്തെ പ്രിയപ്പെട്ട സഹധർമ്മിണിയായ ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായ ആ ഒരു വർഷം, താങ്ങും തണലുമായി ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട മൂത്താപ്പയായ അബൂ ത്വാലിബ് മരണപ്പെട്ടുപോയ ആ ഒരു വർഷം, ഹബീബായ റസൂല് ത്വായിഫിലേക്ക് പോയി ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ആ ഒരു വർഷം, മക്കാ ഖുറൈശികൾ ഏറ്റവും കൂടുതൽ ഹബീബായ റസൂലിനെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത ആ ഒരു വർഷം, ചരിത്രകാരന്മാർ ആ ഒരു വർഷത്തെ പരിചയപ്പെടുത്തുന്നത് അൽ-ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിടുത്തെ ജീവിതത്തിലെ മറ്റേതെങ്കിലും സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി അങ്ങനെ പ്രത്യേകം ഒരു വർഷത്തെ എടുത്തുയർത്തി കാണിച്ചതായി പ്രബലമായ ചരിത്ര രേഖകളിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. വിജയങ്ങളുണ്ടായ വർഷങ്ങളുണ്ട്. അൽ-ആമുൽ ഫത്ഹ്, വിജയത്തിന്റെ വർഷം കാണാൻ പറ്റുന്നില്ല. റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായി. മറ്റൊന്നും ഈ നിലയിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടില്ല. എന്നാൽ ദുഃഖവർഷം അത് കൃത്യമായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഹബീബായ റസൂലിന്റെ ആ ദുഃഖവർഷത്തിൽ വളരെയേറെ വേദനയോടെ, വളരെയേറെ പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ട് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് സമാധാനത്തിന്റെയും സാന്ത്വനത്തിന്റെയും വർത്തമാനങ്ങളുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ സമക്ഷത്തിൽ നിന്ന് അവിടുത്തെ അടുക്കലേക്ക് എത്തുന്നത്. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, ഹബീബായ പ്രവാചകരെ, താങ്കൾക്ക് ഞാൻ ഏറ്റവും നല്ല ഒരു ചരിത്രം പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ റസൂലിന് സമാധാനമായി അള്ളാഹു തആല ഏറ്റവും നല്ല ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം. പീഡനങ്ങളേറ്റുവാങ്ങി, വിഷമങ്ങളേറ്റുവാങ്ങി, പ്രശ്നങ്ങളേറ്റുവാങ്ങി അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ യൂസുഫ് നബിയുടെ ചരിത്രം അല്ലാഹു പറയുന്നു, അഹ്സനുൽ ഖസസ്, ഏറ്റവും നല്ല ചരിത്രം പ്രവാചകരെ ഞാൻ താങ്കൾക്ക് പഠിപ്പിച്ചു തരാം, പറഞ്ഞു തരാം. അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നു, ഒരു പിതാവിന്റെ 12 മക്കളിൽ ഏറ്റവും കൂടുതൽ സ്നേഹവും പരിഗണനയും ഏറ്റുവാങ്ങി ജീവിച്ചിരുന്ന ഒരു മകന്റെ കഥ. എന്നാൽ സഹോദരങ്ങൾക്ക് ആ മകനോട്, സ്വന്തം സഹോദരനോട് വെറുപ്പും ദേഷ്യവും ഉണ്ടാകുന്നു. പിതാവിനോട് കള്ളം പറഞ്ഞ ആ സഹോദരനെ കൂട്ടിക്കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലെറിയുന്നു. രാജകുമാരനെ പോലെ ജീവിച്ച യൂസുഫ് നബി ചെറുപ്രായത്തിൽ തന്റെ ഉമ്മയില്ലാത്ത, വാപ്പയിൽ നിന്ന് അകന്നേണ്ടി വന്ന ആ ഒരു ചെറിയ കുട്ടി പൊട്ടക്കിണറ്റിൽ എറിയപ്പെടുകയാണ്. അവിടെ നിന്നും അടിമയായി യാത്രികരുടെ കയ്യിലേക്ക്, അവിടെ നിന്ന് അടിമയായി ഈജിപ്തിലെ രാജകൊട്ടാരത്തിലേക്ക്. അവിടെ വെച്ച് വീണ്ടും പ്രശ്നങ്ങളാകുന്നു. ഇല്ലാത്ത കുറ്റം ആരോപിക്കപ്പെട്ടുകൊണ്ട് കുറ്റാരോപിതനായി വർഷങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വരുന്നു. വർഷങ്ങൾക്ക് ശേഷം ജയിൽ മോചിതനാകുന്നു. ആരാണോ തന്റെ മേൽ കുറ്റങ്ങൾ ആരോപിച്ചത് അവർ മുഴുവനും തന്നെ അംഗീകരിച്ച് താൻ നിരപരാധിയാണെന്ന് പ്രഖ്യാപിക്കുന്നു. അവിടുന്ന് രാജാധികാരം കയ്യിലേക്ക് വരുന്നു. പിതാവിനെയും സഹോദരങ്ങളെയും തിരികെ ലഭിക്കുന്നു. പ്രവാചകനായി ഈ ലോകത്ത് ജീവിതം നയിക്കുന്നു. പ്രതിസന്ധികളിലൂടെ കടന്നുപോയി ആ പ്രതിസന്ധികളൊക്കെ മാറി സന്തോഷകരമായി ജീവിതത്തിലേക്ക് വന്ന യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം അള്ളാഹുവിന്റെ റസൂൽ ഹബീബായ റസൂലിന് പറഞ്ഞുകൊടുത്ത് സമാധാനിപ്പിക്കുകയാണ്. ഒരു വിജയം വരുന്നുണ്ട്, സന്തോഷം വരുന്നുണ്ട്, സമാധാനം എത്തുന്നുണ്ട് എന്ന് ഹബീബായ റസൂലിനെ അറിയിക്കപ്പെടുകയാണ്. തീർന്നിട്ടില്ല. ഈ പീഡനങ്ങളും പ്രശ്നങ്ങളുമായി അള്ളാഹുവിന്റെ റസൂൽ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സഹോദരങ്ങളെ, ഇതുപോലെ ഒരു റജബ് മാസത്തിൽ 27-ാം രാവിൽ
അള്ളാഹുവിന്റെ റസൂല് ക്ഷീണിതനായി കഅബാലയത്തിന്റെ ചാരത്ത്, ഉലമാക്കൾ പറയുന്നു അവിടുത്തെ വളർത്തുമ്മയായ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ സമീപത്ത് ഏകനായി അനാഥനായി അള്ളാഹുവിന്റെ റസൂല് കിടക്കുകയാണ്. ഉമ്മയും വാപ്പയുമില്ല. ആ ഉമ്മ മരണപ്പെട്ടപ്പോൾ തോളത്തിട്ടെടുത്തുകൊണ്ടുവന്ന ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ അവരുടെ വീടിന്റെ സമീപത്ത് അള്ളാഹുവിന്റെ റസൂൽ പ്രശ്നങ്ങളുടെ ഒക്കെ നടുവിൽ തളർന്നു കിടന്നുറങ്ങുകയാണ്. അങ്ങനെ കിടന്നുറങ്ങുന്ന ഹബീബായ റസൂലിന്റെ അടുക്കലേക്കാണ് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട മാലാഖമാർ കടന്നു വന്ന് റസൂലുള്ളാഹിനെ തൊട്ട് വിളിച്ചുണർത്തി ഹബീബായ റസൂലിന്റെ ഹൃദയ ശുദ്ധീകരണവും മറ്റുമൊക്കെ നടപ്പിലാക്കി അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചു കൊണ്ടുപോവുകയാണ്. അതെ, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. ജിബ്രീൽ വരുമെന്നോ തന്നെ ഇങ്ങനെ കൊണ്ടുപോകുമെന്നോ അള്ളാഹുവിന്റെ റസൂലിന് യാതൊരുവിധ പ്രതീക്ഷയും ഉണ്ടായിരിക്കില്ല. ആ ജിബ്രീൽ അലൈഹിസ്സലാം ഒന്ന് വിളിച്ച് ഹബീബായ റസൂലിനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അള്ളാഹു പറയുന്നു തന്റെ ഒരു ദാസനെയും കൊണ്ട് അള്ളാഹു തആല രാപ്രയാണം നടത്തിക്കുകയാണ്. മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്. ചരിത്രം നമുക്ക് വ്യക്തമായി അറിയാൻ വിശദീകരിക്കുന്നില്ല. അവിടെ അള്ളാഹുവിന്റെ ഹബീബെത്തി പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ നിന്നാണ് അള്ളാഹു തആല കൊണ്ടുവന്നത്. ആ മസ്ജിദുൽ അഖ്സയിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഹബീബായ റസൂലിന് മുമ്പുണ്ടായിരുന്ന മുഴുവൻ പ്രവാചകന്മാരുടെയും അംബിയാ മുർസലീങ്ങളുടെയും റൂഹുകളെ അല്ലാഹു മസ്ജിദുൽ അഖ്സയിൽ ഹാജരാക്കി. ഹബീബായ റസൂൽ ആ പ്രവാചകന്മാർക്ക് മുഴുവനും ഇമാമായി നിന്ന് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ആ പ്രവാചകരുടെ സ്ഥാനവും മഹത്വവും അല്ലാഹു സ്ഥിരപ്പെടുത്തുകയാണ്. മാത്രമല്ല എല്ലാ പ്രവാചകരുടെയും ഇമാമാണ് ഹബീബായ റസൂൽ. എങ്കിൽ ഈ പ്രവാചകന്മാരൊക്കെയും കടന്നു വന്നത് പ്രതിസന്ധികളിലൂടെയാണ്. ഇവരൊക്കെയും പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത്. ഇവരൊക്കെയും പ്രതിബന്ധങ്ങൾ കടന്നാണ് കടന്നു വന്നിട്ടുള്ളത്. ഈ പ്രവാചകന്മാരുടെ ഇമാമായ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട റസൂലിന് എങ്കിൽ അതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. അതിനേക്കാൾ വലിയ പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വരും. അതിനേക്കാൾ വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. ഹബീബായ റസൂലിന് ആ പ്രതിസന്ധികളുടെ മുന്നിൽ തളർന്നു പോകാതെ തകർന്നു പോകാതെ പിടിച്ചു നിൽക്കുവാനുള്ള ആത്മീയ ശക്തി പകർന്നുകൊണ്ട് അല്ലാഹു തആല സമാധാനത്തിനായി അവിടുത്തെ വിളിക്കുകയാണ്. ബുറാഖിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലെത്തിയ ഹബീബായ റസൂൽ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ലോകത്തൊരാൾക്കും അല്ലാഹു തആല നൽകിയിട്ടില്ലാത്ത വലിയ ഒരു സ്ഥാനത്തിൽ വലിയൊരു ബഹുമതിക്ക് അർഹനാവുകയാണ്. മഹാനായ ജിബ്രീലിനോടൊപ്പം ആകാശത്തിന്റെ കവാടങ്ങൾ ഓരോന്ന് കടന്ന് 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 അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് അതെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് യാത്രയാവുകയാണ്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ ശരീരം കൊണ്ട് യാത്രയായോ അതല്ല അവിടുത്തെ റൂഹ് മാത്രമേ യാത്രയായോ? അഭിപ്രായ ഭിന്നതകളുണ്ട്. പ്രബലമായ അഭിപ്രായം റൂഹും ജസദുമായി പോയി എന്നുള്ളതാണ്. എന്തായാലും അവിടുന്ന് യാത്ര പോയി എന്ന വിഷയത്തിൽ ആർക്കും അഭിപ്രായ ഭിന്നതയില്ല. അവിടുന്ന് യാത്ര ചെയ്തു. ഒന്നാനാകാശത്തിന്റെ കവാടം കടന്ന് പല പ്രവാചകന്മാരെയും കണ്ട് ആകാശത്തിന്റെ കവാടങ്ങളൊക്കെയും കടന്നു സിദ്റത്തുൽ മുൻതഹ എന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് വരെയും ചെന്നെത്താനുള്ള പരിധി വരെയും എത്തി. അവിടുന്ന് അങ്ങോട്ട് ഒറ്റയ്ക്ക് ഏകാന്തപതികരായി നാടുന്നവരെയും ഏതൊരു അല്ലാഹുവിനെയാണോ താൻ മക്കയിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്, ഏതൊരു അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയതിനാണോ തനിക്ക് ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നത്, ഏതൊരു റബ്ബിനെ പരിചയപ്പെടുത്തിയതിനാണോ കല്ലേറേൽക്കേണ്ടി വന്നത്, പട്ടിണി കിടക്കേണ്ടി വന്നത്, വിശപ്പനുഭവിക്കേണ്ടി വന്നത്, പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നത്, തന്റെ അനുചരന്മാർ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്, തന്റെ കുടുംബം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നത്, ആ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ന പ്രകാശത്തിന്റെ മേലുള്ള പ്രകാശത്തെ ഹബീബായ റസൂൽ കാണുകയാണ്. അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും തമ്മിൽ കാണുകയാണ്. പരസ്പരം സംസാരിക്കുകയാണ്. അല്ലാഹു തആല സമാധാനം കൊടുക്കുകയാണ്.
പ്രവാചകരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖവും പ്രതിസന്ധിയും നേരിട്ട സന്ദർഭത്തിൽ തന്റെ പ്രിയപ്പെട്ട ഹബീബിനെ തന്റെ അടുക്കലേക്ക് ആളയച്ച് വിളിച്ച് സമാധാനിപ്പിച്ച് സന്തോഷിപ്പിച്ച് സമ്മാനവും കൊടുത്തുകൊണ്ട് അല്ലാഹു തആല ഹബീബായ മുത്ത് റസൂലിന്റെ നാട്ടിലേക്ക് അവിടുത്തെ തിരിച്ച് ഫലസ്തീനിലേക്കും അവിടുന്ന് തിരിച്ച് മക്കയിലേക്കും പറഞ്ഞു വിടുകയാണ്. സഹോദരങ്ങളെ, നാം ഒന്ന് നോക്കുവിൻ. തന്റെ ഒരു അബ്ദായ, തന്റെ ഒരു ദാസനായ തന്റെ പ്രിയപ്പെട്ട ഹബീബിന് ജീവിതത്തിൽ പ്രയാസവും പ്രതിസന്ധിയും ഉണ്ടായപ്പോൾ അല്ലാഹു തആല ഹബീബിനെ തന്റെ അടുക്കിലേക്ക് വിളിച്ച് പരസ്പരം അഭിമുഖ സംഭാഷണം നടത്തി അല്ലാഹു തആല സമാധാനത്തോടുകൂടി മടക്കി അയച്ചു എങ്കിൽ റജബ് നമുക്ക് നൽകുന്ന ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും സന്ദേശങ്ങളിൽ വളരെ പരമപ്രധാനമായ ഒരു സന്ദേശമാണിത്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും, ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഒരുപാട് അവഹേളനങ്ങളും അവഗണനകളും നേരിടേണ്ടി വരും. നീതി നിഷേധത്തിന് അർഹരാക്കപ്പെടും. നീതിപീഠങ്ങളും നിയമപാലകരും അധികാരികളുമൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നൽകും. അവിടെയൊക്കെയും റജബ് നമുക്ക് നൽകുന്ന, ഇസ്റാഉം മിഅ്റാജും നമുക്ക് നൽകുന്ന വലിയ ഒരു സന്ദേശം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോടൊപ്പമുണ്ട്. ആ അല്ലാഹു തആല സമാധാനത്തിന്റെ, വിജയത്തിന്റെ, സന്തോഷത്തിന്റെ കവാടങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നു തരും. ഹബീബായ റസൂലിനെ അല്ലാഹു തആല ഈ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കവാടങ്ങൾ തുറന്നു കൊടുക്കുകയായി. അന്ന് മക്കയിൽ